രണ്ടു കസേരകൾ ഒഴിച്ചിട്ട് മോദിക്ക് കനത്ത താക്കീതുമായി ജനലക്ഷങ്ങൾ റാഞ്ചി മെഗാ റാലിയിൽ അണിനിരന്നു. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് പിന്നാലെ പോളിംഗ് ഉണ്ടായ ഇടിവ് മോദിയെ വല്ലാതെ പിടിച്ചുലച്ചപ്പോൾ നിരാശയിലായ മോദിക്ക് മുന്നിലേക്ക് എത്തുന്ന ഈ ജനലക്ഷങ്ങൾ ഇനിയൊരു മോദി ഭരണം വേണ്ട എന്ന് തന്നെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ സഖ്യം ജനലക്ഷങ്ങൾ അണിനിരത്തുന്നത്. കെജ്രിവാളിനെ ഇഡി അകത്തിട്ടതിനു ശേഷം രാംലീല മൈതാനിയിലായിരുന്നു ആദ്യത്തെ മെഗാ റാലി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഉൽഗുനൻ അഥവാ വിപ്ലവനായി എന്ന് പേരിട്ടിരിക്കുന്ന റാലി റാഞ്ചിയിൽ സംഘടിപ്പിച്ചത്. പ്രതിപക്ഷ നിരയിലെ പ്രമുഖ നേതാക്കളെല്ലാം റാലിയിൽ പങ്കെടുത്തു. ഒഴിച്ചിട്ട ആ രണ്ടു കസേരകൾ ഒന്ന് അരവിന്ദ് കെജ്രിവാളിന്റെയും മറ്റൊന്ന് ഹേമന്ത് സോറന്റേതുമാണ്. അവിടെ കൽപ്പന സോറൻ, സുനിത കെജ്രിവാൾ എന്നിവർ ഹേമന്ത് സോറന്റെയും അരവിന്ദ് കെജ്രിവാളിന്റെയും സന്ദേശങ്ങൾ വായിച്ചു. നരേന്ദ്രമോദിയെയും BJP ഭരണത്തെയും കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഓരോ നേതാക്കളും സംസാരിച്ചത്. ഭരണഘടനയെ സംരക്ഷിക്കാൻ BJPയെ പുറത്താക്കണമെന്ന് RJD നേതാവ് തേജസ്വി യാദവ് ആവശ്യപ്പെട്ടു. അംബേദ്കർ ഭരണഘടനയിൽ നൽകുന്ന ഗ്യാരണ്ടിയാണ് ഇന്ത്യ സഖ്യം ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നതെന്ന് SP നേതാവ് അഖിലേഷ് യാദവും പറഞ്ഞു. അരവിന്ദ് കെജ്രിവാളിന് തിഹാർ ജയിലിൽ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി സുനിത കെജ്രിവാൾ ഇവിടെ കൃത്യമായി ആരോപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ജയിലിൽ ഇൻസുലിൻ നിഷേധിച്ചെന്നും സുനിത പറഞ്ഞു. AAP നേതാവ് സഞ്ജയ് സിംഗ്, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, RJD നേതാവ് ലാലു പ്രസാദ് യാദവ്, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ തുടങ്ങിയ പ്രമുഖർ റാലിയിൽ പങ്കെടുത്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ തുടങ്ങിയ നേതാക്കളും മഹാറാലിയുടെ ഭാഗമായി. എന്നാൽ അതേസമയം രാഹുൽ ഗാന്ധി റാലിയിൽ പങ്കെടുക്കാൻ എത്തിയില്ല. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് രാഹുൽ ഗാന്ധി റാലിയിൽ പങ്കെടുക്കാൻ എത്താതിരുന്നത്.